ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ച് ചുരിദാറിലേക്ക് കയറിയപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി. അപ്പോഴേക്കും കതകിൽ മുട്ടുന്ന ശബ്ദമുയർന്നു. തുറന്നപ്പോൾ അമ്മയാണ്. വാ മോളെ, ഭക്ഷണം കഴിക്കണ്ടയോ? വട്ടമുഖത്ത് കുങ്കുമപ്പൊട്ടും നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് മുഖം നിറയെ ചിരിയുമായി ഒരമ്മ. ഇതാണ് നമ്മുടെ വാസുവിൻ്റെ ഭാനുമതി അമ്മ, ഇനി മുതൽ എൻ്റെയും. അല്ലാതെ തന്നെ വയറ് നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാൻ തോന്നിയതാണ്. പക്ഷേ ആ മുഖത്തെ ചിരി മായ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഊണുമുറിയിൽ വാസുദേവില്ലായിരുന്നു. അനിയത്തി ദേവനന്ദയും അച്ഛൻ ദേവനും മാത്രം. മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നു. ഞാനും ഒരു കസേരയിൽ ഇടം പിടിച്ചു. ദേവു, ഏട്ടനെ വിളിക്കേ, അമ്മ പറഞ്ഞു. ദേവു ഭയത്തോടെ അച്ഛനെ നോക്കി. ഞാൻ അമ്പരപ്പോടെ ദേവുവിനെയും. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ചെല്ലു മോളെ. അത് കേട്ട് കരയും പോലെയായി ദേവുവിൻ്റെ മുഖം. ഇല്ല, എനിക്ക് പേടിയാ. ഏട്ടൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയും. അതും പറഞ്ഞവൾ വിതുമ്പി തുടങ്ങിയപ്പോൾ ഞാൻ ഞെട്ടി. അച്ഛനും അമ്മയും നിസ്സഹായതയോടെ എന്നെ നോക്കി. അറുമാടിൻ്റെ പോലെ ദയനീയമായി ഞാൻ അവരെയും. വസുദേവ് എന്ന കോമളനായ യുവാവിൻ്റെ നല്ല സ്വഭാവം തിരിച്ചറിയാൻ എനിക്ക് ആ സന്ദർഭം തന്നെ ധാരാളമായിരുന്നു. ഒടുക്കം ഊണ് കഴിക്കാൻ അദ്ദേഹത്തെ വിളിക്കുന്ന ദൗത്യം ഞാൻ ഏറ്റെടുത്തു. പോട്ടെ ദേവു, കരയണ്ട, മോള് വിഷമിക്കണ്ട, ചേച്ചി വിളിക്കാൻ കേട്ടോ. ഏട്ടൻ മോളെ ഇനി വഴക്കൊന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. അതു കേട്ട് ആ കുഞ്ഞു കണ്ണുകളിൽ ആശ്വാസം തെളിഞ്ഞു. പ്രിയതമനെ തിരഞ്ഞ് മുറ്റത്തേക്കിറങ്ങിയപ്പോൾ കണ്ടു ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആള്. ആദ്യമായി അദ്ദേഹം ഒരു മനുഷ്യജീവിയോട് ചിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതത്തോടെ നിന്നു. പിന്നെ മെല്ലെ വിളിച്ചു, അതേ, ആഹാരം എടുത്തു വെച്ചിരിക്കുന്നു. എടുത്തടിച്ച പോലെ മറുപടി വന്നു. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട, അവിടെ അടച്ചു വെച്ചേക്ക്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചോളാം. അത് കേട്ടപ്പോൾ കൂടെ നിന്നയാൾ എന്നെ വല്ലായ്മയോടെ നോക്കി. ഞാൻ എന്നോടല്ല എന്ന ഭാവത്തിൽ കയറിപ്പോന്നു. എൻ്റെ വരവും കാത്തു നിന്ന അമ്മയുടെ മുഖം വാടി. ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, നമുക്ക് കഴിച്ചാലോ? കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ഞാൻ അമ്മയെ നോക്കി. ആൾക്കിങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ശീലമില്ല അല്ലേ? പിന്നെ ഇന്ന് മാത്രമായി നിർബന്ധിക്കേണ്ടായിരുന്നു. എനിക്ക് വയറ് നിറയെ കിട്ടി. ഞാനൊരു ചെറുചിരിയോടെ അത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്തും ഒരു വരണ്ട ചിരി മിന്നിമാഞ്ഞു. ആകെ 4 പേരല്ലേ ഉള്ളൂ, അമ്മയും ഇരിക്കെ, ഒരുമിച്ച് കഴിക്കാം. കേട്ട പാതി അമ്മ വിളമ്പി തുടങ്ങിയപ്പോൾ കണ്ണീർ സീരിയലിലെ ഭർത്താവിനായി കാത്തിരുന്ന് കരയുന്ന പെണ്ണിനെ അമ്മ ഒരു നിമിഷം എന്നിൽ പ്രതീക്ഷിച്ചു എന്ന് എനിക്ക് സംശയം തോന്നി. ഞങ്ങൾ 4 പേരും സമാധാനമായി ഭക്ഷണം കഴിച്ചു. കഴുകി തന്ന പാത്രം ക്രമീകരിക്കുന്നതിനിടെ അമ്മ കണ്ണ് തുടയ്ക്കുന്നത് കണ്ട് ഞാൻ അമ്പരന്നു. അമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മ കരയുവാണോ? അമ്മയെ എനിക്ക് അഭിമുഖമായി നിർത്തി ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്ത് സങ്കടം വന്നാലും ആരോടും പറയാതെ ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കുന്ന എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. എല്ലാ അമ്മമാർക്കും ഇക്കാര്യത്തിൽ ഒരേ രീതിയാണല്ലേ? കൊള്ളാം. മോൾക്ക് സങ്കടമായിട്ടുണ്ടാകുമല്ലേ വസുവിൻ്റെ പെരുമാറ്റം? അമ്മ മോളെ ഇതൊന്നും തുറന്നു പറയാതെ പറ്റിച്ചു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, ഒരു പെൺകുട്ടിയും ഇങ്ങനെയൊരു ജീവിതം സ്വപ്നം കാണില്ല. ദേവുവാണ് ഈ സ്ഥാനത്തെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ കുട്ടി ഈ അമ്മയെ ശപിക്കരുത്. ഒക്കെ നേരെയാകുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എനിക്ക് ശരിക്കും ചിരി വന്നു. പെട്ടെന്ന് ഓർമ്മ വന്നത് അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും മുഖമാണ്. അച്ഛന് വയ്യാതായപ്പോൾ തറവാട്ടിൽ കൊണ്ടുപോയി വിശപ്പ് തീരെ ആഹാരമോ നിറമുള്ള വസ്ത്രമോ സ്നേഹമുള്ള ഒരു വാക്കോ തരാതെ ഒരു 11 വയസ്സുകാരിയെ ചെറിയ തെറ്റുകൾക്ക് വരെയും പുളിവാറുകൊണ്ടടിച്ച് ആ കരച്ചിലിൽ ഉന്മാദം കൊണ്ടവർ. വലിയ തറവാടിൻ്റെ ചാവടിയിലെ കൂരിരുട്ടിൽ കൊടിയ പീഡനത്തിൻ്റെ നാളുകൾ. അവരെക്കാൾ എന്ത് തെറ്റ് ചെയ്തു ഈ പാവം സ്ത്രീ? മോൾ എന്താ ആലോചിക്കുന്നത്? അമ്മയുടെ ശബ്ദം എന്നെ ഉണർത്തി. ഞാനൊരു ചിരിയോടെ അമ്മയുടെ തോളിൽ മുഖം ചേർത്തു. എൻ്റെ അമ്മേ, ഇത് ജീവിതമാണ്. പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുന്നത്. മാത്രമല്ല, 12 വയസ്സുള്ള ദേവൂട്ടിയെ പോലെയാണോ 24 വയസ്സുള്ള ഞാൻ? അമ്മ പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള പെൺകുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം താങ്ങാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അമ്മ ചിന്തിക്കും പോലുള്ള മധുര സ്വപ്നങ്ങൾ കുറവാണെന്ന് കൂട്ടിക്കോളൂ. ചിലപ്പോഴൊക്കെ നമ്മൾ ജലം പോലെ ആകണം. ഏത് പാത്രത്തിൽ നിറച്ചാലും അതിൻ്റെ ആകൃതിക്ക് അനുസരിച്ച് പാകപ്പെടാൻ ശ്രമിക്കണം. പരാജയപ്പെട്ടാൽ ശരിയെന്ന് തോന്നുന്ന മറ്റൊരു വഴി സ്വീകരിക്കണം. അങ്ങനെയും നമുക്ക് ജീവിതം മനോഹരമാക്കാൻ കഴിയും. പിന്നെ വസുദേവ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. സ്വന്തം ലോകത്ത് ജീവിക്കുന്ന ഒരാൾ.
അദ്ദേഹത്തിന് മറ്റൊരാളെ കൂടി അംഗീകരിക്കാനും പൊരുത്തപ്പെടാനും അല്പം സമയം വേണ്ടേ? നമ്മൾ ആഗ്രഹിക്കും പോലെ മാത്രമാകണം മറ്റൊരാൾ എന്ന് എങ്ങനെ വാശി പിടിക്കാൻ പറ്റും? എപ്പോഴെങ്കിലും ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കി സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ നമുക്ക് അവകാശം. മാത്രമല്ല, അമ്മയുടെ മോൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ഒന്നും തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് ആ മുറിയിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ ഭാഗ്യം. അങ്ങനെ പുറത്താക്കിയാൽ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാവും കിടക്കുക. അതും പറഞ്ഞാൻ പൊട്ടിച്ചിരിക്കുമ്പോൾ അമ്മ അത്ഭുതത്തോടെ എന്നെ നോക്കി കണ്ണു മിഴിച്ചു. അമ്മയുടെ ഭീകരനായ പുത്രനെ ഞാൻ മനുഷ്യനാക്കി തരാം. അമ്മ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അതും പറഞ്ഞ് ഞാൻ കൈപിടിക്കുമ്പോൾ ആ പാവം എന്നെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇത്തവണ ആ കണ്ണുനീർ ആനന്ദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയുമായിരുന്നു.